വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. കേരള ഫാക്സിലെ നമ്മൾ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ പഠിച്ചു. അതിനുശേഷം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ പെടുന്ന പക്ഷി സങ്കേതങ്ങൾ പഠിച്ചു, ടൈഗർ റിസർവ് പഠിച്ചു. ഇനി ബാക്കിയുള്ള വന്യജീവി സങ്കേതങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ കേരളത്തിലെ അടുത്ത നമ്മളിപ്പോ വന്യജീവി സങ്കേതങ്ങൾ പറഞ്ഞപ്പോ ആം, ഈ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് പറമ്പിക്കുളമായാലും പെരിയാറായാലും കേരളത്തിലെ വന്യജീവി സങ്കേതമാണെന്ന് പറയണ്ടായി ട്ടോ. അത് മനസ്സിലാക്കുക. കേരളത്തിലെ ആദ്യത്തതും ഏറ്റവും വലുതുമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാർ എന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പൊ കേരളത്തിലെ വന്യജീവി സങ്കേതം, അടുത്ത വന്യജീവി സങ്കേതം ശ്രദ്ധിക്കുക നിങ്ങൾ, ചിന്നാർ വന്യജീവി സങ്കേതം. കേട്ടിട്ടുണ്ടോ ചിന്നാർ? കേരളത്തില് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി കേരളത്തിലെ ഒരു മഴ നിഴൽ പ്രദേശമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിന്നാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചിന്നാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചിന്നാർ ഇടുക്കി ജില്ലയിലാണെന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ചിന്നാർ ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. ഇത് 1984 വന്യജീവി സങ്കേതമായിട്ട് മാറിയത്. ഇനി ചിന്നാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിന്നാറില് ചില പ്രത്യേക ജീവികളെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കണ ചോദ്യമാണ് ചാമ്പൽ മലയണ്ണാൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചാമ്പൽ മലയണ്ണാൻ. അപ്പൊ കേരളത്തിൽ ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്ന എന്താ പറയാ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയേണ്ടത്? ചിന്നാർ വന്യജീവി സങ്കേതം പറയണം. ഇതിന്റെ ശാസ്ത്രീയ നാമം, ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം ഇതാണ്, റാറ്റുഫ മക്രോറ. MACRO കേട്ടോ. എഴുതുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ചാമ്പൽ മലയണ്ണാൻ, റാറ്റുഫ മക്രോറ എന്ന് പറയുന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ചാമ്പൽ മലയണ്ണാനെ കാണുന്നു. കൂടാതെ ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു ജീവി വർഗമാണ് നക്ഷത്ര ആമ. അപ്പൊ നക്ഷത്ര ആമയെ കാണപ്പെടുന്നു. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം ഗിയോഷെലോൺ എലഗൻസ് എന്നാണ്. ഗിയോഷെലോൺ, ഗിയോഷെലോൺ, CHELONE, എലഗൻസ്, ELEGANS, ഗിയോഷെലോൺ എലഗൻസ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇവിടെ കാണപ്പെടുന്നത് മഗ്ഗർ മുതലകളെയാണ്. എന്തിനെ കാണപ്പെടുന്നു? മഗ്ഗർ മുതലകൾ കേട്ടോ. അപ്പൊ നോക്കി നോക്കിയേ എന്തൊക്കെ കാര്യങ്ങളെ ഇവിടെ കാണപ്പെടുന്നേ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ. ചാമ്പൽ മലയണ്ണാനെ കാണുന്നു, നക്ഷത്ര ആമയെ കാണുന്നു, മഗ്ഗർ മുതലകളെ കാണുന്നു. കൂടാതെ ഇനി കാണപ്പെടുന്നത് വെള്ളക്കാട്ടുപോത്തിനെയാണ്. ആരെ കാണുന്നു? വെള്ളക്കാട്ടുപോത്ത്. അപ്പൊ വെള്ളക്കാട്ടുപോത്തിനെയും എവിടെ കാണുന്നുണ്ട്? നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതത്തില് കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ നദിയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതം 1984 വന്നു. ഇത് ഇടുക്കി ജില്ലയിലാണ്. ഇത് കേരളത്തിലെ ഒരു മഴ നിഴൽ പ്രദേശമാണ്. ഇവിടെ കാണപ്പെടുന്ന ജീവികള് ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ, മഗ്ഗർ മുതലകൾ, വെള്ളക്കാട്ടുപോത്ത് തുടങ്ങിയവയാണ്. കേരളത്തില് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് പറഞ്ഞാൽ പാമ്പാർ നദി പറയും. ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം റാറ്റുഫ മക്രോറ. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം എന്താന്നാ പറഞ്ഞേ? ഗിയോഷെലോൺ എലഗൻസ് കേട്ടോ. പിന്നെ മഗ്ഗർ മുതലയും വെള്ളക്കാട്ടുപോത്തും ഉണ്ട്. ഇനി അടുത്തത് പഠിക്കുന്നത് കുറിഞ്ഞിമല വന്യജീവി സങ്കേതത്തെ കുറിച്ചാണ്. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. കുറിഞ്ഞിമല വന്യജീവി സങ്കേതവും ഏത് ജില്ലയിൽ തന്നെയാണ്? കുറിഞ്ഞിമല വന്യജീവി സങ്കേതവും ഇടുക്കി ജില്ലയിൽ തന്നെ കാണപ്പെടുന്നു. ഇത് നിലവിൽ വന്നത് 2006 കുറിഞ്ഞിമല വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? 2006. ഇനി ഇതിന്റെ പ്രത്യേകത, ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി, പ്രത്യേക സസ്യം എന്ന് പറയുന്ന സസ്യത്തിനു വേണ്ടി, അല്ലാതെ ഇവിടെ പ്രത്യേക തരം എന്താണ് ജീവിവർഗങ്ങളൊന്നും കാണുന്നില്ല, സസ്യാണ് കാണുന്നത്. പ്രത്യേക സസ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്രദേശത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? കുറിഞ്ഞിമലയാണ്. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്തായിട്ട് പ്രഖ്യാപിച്ചു? വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇനി അടുത്തത് ആ പ്രത്യേക
സസ്യം ഏതാണ്? എല്ലാവർക്കും അറിയാം. ഏതാണ് സസ്യം? നീലക്കുറിഞ്ഞി എന്നാണ് സസ്യം. ഒരിടയ്ക്ക് പരീക്ഷകൾക്ക് PSC പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്ന് ഏതിനെ അറിയപ്പെടുന്നേ? നീലക്കുറിഞ്ഞിയെ വിളിക്കുന്ന പേരാണ് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി, അല്ലെ? ഇനി ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ്. എന്താണ്? സ്ട്രോബിലാന്തസ്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. അപ്പൊ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ്. ഈ നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകത എന്താ? ഇത് 12 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുക. അപ്പൊ ഇത് 2006 പൂത്ത സമയത്താണ് അവിടെ ഉദ്ഘാടനം നടന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, 2006. പിന്നെ അവിടുന്നോട്ട് ഇങ്ങനെ കണക്കൂട്ടി തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും. 2006 കഴിഞ്ഞാൽ പിന്നെ 12 വർഷം കഴിയുമ്പോൾ, പിന്നെ 12 വർഷം കഴിയുമ്പോൾ, അങ്ങനെ ഓരോ 12 ഇടയ്ക്കിടയ്ക്കൊക്കെ പൂത്ത് കാണാറുണ്ട്. പക്ഷെ ശരിക്കും നീലക്കുറിഞ്ഞി മല ഫുള്ളും പൂക്കുന്നത് ഇങ്ങനെ 12 വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ. 12 വർഷത്തിലേ നീലക്കുറിഞ്ഞി പൂക്കുള്ളൂ. ഇനി അടുത്തത്, ഈ 2006 ഇതിന് ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ നീലക്കുറിഞ്ഞി എവിടെയും പ്രത്യക്ഷപ്പെടുണ്ടായി? പോസ്റ്റൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെടുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോ പശ്ചിമഘട്ടത്തിലെ രാജ്ഞിയാണ് നീലക്കുറിഞ്ഞി. ഒരു പ്രത്യേക സസ്യത്തിന്റെ പേരില് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് കുറിഞ്ഞിമല വന്യജീവി സങ്കേതത്തെയാണ്. അത് ഇടുക്കി ജില്ലയിലാണ്. 2006 വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകത അത് 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കുള്ളൂ. 2006 പൂത്ത സമയത്താണ് അതിന്റെ ഉദ്ഘാടനം അവിടെ നടന്നത്. 2006 തന്നെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടുകയുണ്ടായി. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ്. ഇനി പലതരത്തിലുള്ള എന്താ പറയാ 18 ഇനം കുറിഞ്ഞികൾ കേരളത്തിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ 18 ഇനം കുറിഞ്ഞികളിൽ വേറൊരു തരം കുറിഞ്ഞിയുണ്ട്. ആ കുറിഞ്ഞിയുടെ പേര് കരിങ്കുറിഞ്ഞി എന്നാണ്. കരിങ്കുറിഞ്ഞി. ഈ കരിങ്കുറിഞ്ഞിയുടെ പ്രത്യേകത, അവ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയാണ്. വർഷത്തിൽ പൂക്കണ കുറിഞ്ഞിയാണ് ഏത്? കരിങ്കുറിഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് ചിന്നാറ്, അതുപോലെ തന്നെ കുറിഞ്ഞിമല, അങ്ങനെ 2 പഠിച്ചു. ഇത് 2 ഇടുക്കിയിലാണ്. ഇനി ഇടുക്കിയിൽ ഒരെണ്ണം കൂടിയുണ്ട്. അതിന്റെ പേര് ഇടുക്കി വന്യജീവി സങ്കേതം എന്ന് തന്നെയാണ്. ഈ ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ പൈനാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ ആസ്ഥാനം. പൈനാവിലാണ് ആസ്ഥാനം. 1976 ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഇത് ഏതൊക്കെ താലൂക്കുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു എന്നും കൂടി ഓർത്തു വയ്ക്കുക. തൊടുപുഴ, അതുപോലെ തന്നെ ഉടുമ്പൻചോല. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. അപ്പൊ ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് പെരിയാർ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കടുവാ സങ്കേതം എന്നുള്ള നിലയ്ക്ക് പഠിച്ചു, വന്യജീവി സങ്കേതവുമായിട്ടും പഠിച്ചു. അപ്പൊ ഈ 4 ഇടുക്കി ജില്ലയിലുള്ളത്. ചിന്നാറ്, കുറിഞ്ഞിമല, ഇടുക്കി, പെരിയാർ. അങ്ങനെ 4 വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇടുക്കി വന്യജീവി സങ്കേതങ്ങളുടെ ജില്ല എന്നും കൂടി വിശേഷിപ്പിക്കണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഇനി അടുത്ത വന്യജീവി സങ്കേതങ്ങൾ 2 തൃശ്ശൂർ ജില്ലയിലാണ്. എന്റെ ജില്ലയിലുള്ളതാണ്. ഒന്നിന്റെ പേര് പീച്ചി അല്ലെങ്കിൽ വാഴാനി വന്യജീവി സങ്കേതം എന്ന് വിളിക്കാം. പീച്ചി അല്ലെങ്കിൽ വാഴാനി വന്യജീവി സങ്കേതം. എന്റെയൊക്കെ വീടിന് അടുത്ത് തന്നെയാണ് പീച്ചി. അതുപോലെ തന്നെ അടുത്തത് ചിമ്മിനി വന്യജീവി സങ്കേതം. ഇത് 2 തൃശ്ശൂർ ജില്ലയിലുള്ളത്, പീച്ചിയും ചിമ്മിനിയും കേട്ടോ. ഈ പീച്ചി അല്ലെങ്കിൽ വാഴാനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തൃശ്ശൂരാണെന്ന് മനസ്സിലാക്കുക. 1958 വർഷം ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ലാസ്റ്റ് ഗ്രേഡിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പീച്ചി അല്ലെങ്കിൽ വാഴാനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് എന്നുള്ളത്. അതുപോലെ ചിമ്മിനി വന്യജീവി സങ്കേതവും എവിടെയാണെന്ന് മനസ്സിലാക്കുക. തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് 1984 നിലവിൽ വന്നത്. ഇനി ഇതില് ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം. ഒരു പുഴയുണ്ട്, കുറുമാലിപ്പുഴ എന്ന് പറയും. ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്തൊക്കെ ഒഴുകുന്നതാണ് ഈ കുറുമാലിപ്പുഴ. ഈ കുറുമാലിപ്പുഴ ഉത്ഭവിക്കുന്നത് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ 2 വന്യജീവി സങ്കേതങ്ങൾ പഠിച്ചില്ലേ നിങ്ങള്? പീച്ചി അല്ലെങ്കിൽ വാഴാനി വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ ചിമ്മിനി വന്യജീവി സങ്കേതം. പീച്ചിയും ചിമ്മിനിയും തൃശ്ശൂർ ജില്ലയിലാണ്. പീച്ചി വന്നത് 1958, ചിമ്മിനി വന്യജീവി സങ്കേതം 1984. ഇനി ചിമ്മിനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? കുറുമാലിപ്പുഴ. ഇനി അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതം നമ്മൾ പഠിക്കാൻ പോണേ. തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. കേട്ടിട്ടുണ്ടാവൂലേ നെയ്യാർ വന്യജീവി സങ്കേതം? നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ എവിടെയാണ്? ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ്. തിരുവനന്തപുരത്താണ്. 1958 ഇതിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. ഇത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ്. ഇതിന്റെ അടുത്ത പ്രത്യേകത,
അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം വളരെ ഇമ്പോർട്ടന്റ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കേരളത്തില് പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയേണ്ടത് നെയ്യാർ വന്യജീവി സങ്കേതം തന്നെ പറയണം. പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. കേരളത്തിലെ തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതമാണ്. ഇനി അടുത്തത്, ഇത് മുന്നേ ഇത് അറിയപ്പെട്ടിരുന്നത് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നാണ്. മുമ്പ് ഇത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? സ്റ്റീവ് ഇർവിൻ പാർക്ക് ട്ടാ. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന് മുൻകാലത്ത് ഏതറിയപ്പെട്ടിരുന്നു? നെയ്യാർ വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്നു. മനസ്സിലായില്ലേ? ഇനി കേരളത്തില് ഉണ്ടായിരുന്ന ഏക ലയൺ സഫാരി പാർക്ക് കേട്ടിട്ടുണ്ട്? കേരളത്തിലെ ലയൺ സഫാരി പാർക്ക്, കേരളത്തിലുണ്ടായിരുന്ന ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ് എന്ന് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം അത് ഏത് ദ്വീപിലാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഇത് നെയ്യാർ ഡാമിനോട് ചേർന്ന് ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ പേര് മരക്കുന്നം എന്ന് പറയുന്ന ദ്വീപാണ്. ആ ദ്വീപിലാണ് ലയൺ സഫാരി പാർക്ക്. ഇത് ഏത് ലയൺ സഫാരി പാർക്കിന്റെ മാതൃകയിൽ പണിതതാണ് എന്ന് ചോദിക്കാം. ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഉണ്ട്. ഹൈദരാബാദിലെ ഒരു പാർക്ക് ഉണ്ട്. അതിന്റെ പേരെന്താണ്? നെഹ്റു സുവോളജിക്കൽ പാർക്ക് എന്നാണ്. അതിന്റെ മാതൃകയിലാണ് ഏത് പണിതത്? കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് പണിതുണ്ടായിരുന്നെന്നും കൂടി മനസ്സിലാക്കാം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? എന്താ പറഞ്ഞ? കേരളത്തില് ഏറ്റവും തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിൽ 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത് സ്റ്റീവ് ഇർവിൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നായിരുന്നു. ഇനി ഇവിടെ ഉണ്ടായിരുന്ന ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? ലയൺ സഫാരി പാർക്ക് എന്ന് ചോദിക്കാം. ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാമില് മരക്കുന്നം ദ്വീപിലാണ്. ആ മരക്കുന്നം ദ്വീപിനാണ് പ്രധാനം. മരക്കുന്നം ദ്വീപ് എവിടെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ലയൺ സഫാരി പാർക്ക് ഏത് പാർക്കിന്റെ മോഡലില് പണിതതാണ്? ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മോഡലില് പണിതതാണ്. ഇനി ലയൺ സഫാരി പാർക്ക് കൂടാതെ ഇവിടുത്തെ അടുത്ത പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ക്രൊക്കോഡൈൽ റിസർച്ച് സെന്റർ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് എവിടെയാണ്? നെയ്യാറിലാണ് കേട്ടോ. അതിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് അഗസ്ത്യ ക്രൊക്കോഡൈൽ. അഗസ്ത്യ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ. റീഹാബിലിറ്റേഷൻ അഗസ്ത്യ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് റിസർച്ച് സെന്റർ. അഗസ്ത്യ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ് എന്തിനെ വിശേഷിപ്പിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ ക്രൊക്കോഡൈൽ റിസർച്ച് സെന്റർ എവിടെയുള്ളത്? നെയ്യാറിലുള്ളത്. ക്ലിയർ ആയല്ലോ? ആദ്യം ഇത് സ്റ്റീവ് ഇർവിന്റെ പേരിലായിരുന്നു. പിന്നീട് അഗസ്ത്യ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്ന പേരിൽ മാറ്റാണ് ചെയ്തത്. ഇത്രയും കാര്യമാണ് കേരളത്തിലെ തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതമായിട്ടുള്ള നെയ്യാറിനെ കുറിച്ച് പറയാനുള്ളത്. നെയ്യാർ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. തിരുവനന്തപുരം ജില്ലയിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അതിന്റെ പേര് പേപ്പാറ വന്യജീവി സങ്കേതം എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ അടുത്ത വന്യജീവി സങ്കേതത്തിന്റെ പേര് പേപ്പാറ എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന താലൂക്കിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം. ഇത് 1983 വന്നത്. ഈ നെയ്യാറിന്റെ പോലെ തന്നെ ഇതും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് എന്ന് ഓർത്തു വെക്കുക. ഇതും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ലോക പൈതൃക പട്ടിക നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ആരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു? നമ്മുടെ നെയ്യാറും ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ അടുത്തൊരു പ്രത്യേകത, കലക്കാട് മുണ്ടൻ തുറൈ എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. കലക്കാട് മുണ്ടൻ
തുറൈ. കലക്കാട് മുണ്ടൻ തുറൈ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. എവിടത്തെ? തമിഴ്നാട്ടിലെ. അതിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പേപ്പാറ. അപ്പൊ പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം കലക്കാട് മുണ്ടൻ തുറൈ വന്യജീവി സങ്കേതം. അതുപോലെ പേപ്പാറയുടെ പ്രത്യേകത 1983 നിലവിൽ വന്നു. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് തിരുവനന്തപുരം കഴിഞ്ഞാൽ തൊട്ടടുത്ത ജില്ലയായ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വന്യജീവി സങ്കേതത്തിന്റെ പേര് ശെന്തരുണി വന്യജീവി സങ്കേതം എന്നാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് എന്തിന്റെ പേരാണ്? ഒരു മരത്തിന്റെ പേരാണ്. അപ്പൊ കേരളത്തിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ശെന്തരുണി വന്യജീവി സങ്കേതമാണ്. കൊല്ലം ജില്ലയിലാണ്. 1984 നിലവിൽ വന്നത്. കൊല്ലം ജില്ലയിൽ 1984. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്, അതായത് ശെന്തരുണി ഏത് ജില്ലയിലാണ്, അല്ലെങ്കിൽ ശെന്തരുണി വന്യജീവി സങ്കേതം മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്നൊക്കെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് PSCക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്, ശെന്തരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് ശെന്തരുണി. ഇതും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇനി അടുത്തത് ശെന്തരുണി എന്ന് പറയുന്ന ആ മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്ത് എന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് അത് ചോദിച്ചു കൂടായികയില്ല. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നുള്ളതാണ്. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ശെന്തരുണിയുടെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. അപ്പൊ 1984 കൊല്ലം ജില്ലയിൽ മരത്തിന്റെ പേരിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ശെന്തരുണി വന്യജീവി സങ്കേതം. ശെന്തരുണി കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ശെന്തരുണി ഏത് ജില്ലയിലാണ്, ഏത് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ്, ഇതൊക്കെ. ഇനി ഇതിന്റെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം എന്താണ്? ശെന്തരുണിയുടെ ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നുള്ളതാണ്. എന്താണ്? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വയനാട് വന്യജീവി സങ്കേതത്തെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടാകാം. വയനാട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ കാണാറ് വയനാട് വന്യജീവി സങ്കേതം എന്നാണ്, ചിലപ്പോൾ നമ്മൾ കാണാറ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നാണ്. ഇപ്പൊ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാലും മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇനി അതിന്റെ മറ്റൊരു പേരാണ് തൊൽപ്പെട്ടി വന്യജീവി സങ്കേതം. എന്താണ്? തൊൽപ്പെട്ടി വന്യജീവി സങ്കേതം. ഇനി അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ബേഗൂർ വന്യജീവി സങ്കേതം. അപ്പൊ എത്ര പേരാ നോക്കിയേ? വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പൊതുവെ അറിയപ്പെടുന്നു. അതിന് മറ്റു രണ്ട് പേരുകളാണ് തൊൽപ്പെട്ടി വന്യജീവി സങ്കേതം, ബേഗൂർ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം എന്ന് പേര് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി വയനാട് ജില്ലയിലാണ് എന്ന്. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. വയനാട് വന്യജീവി സങ്കേതം മാനന്തവാടി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? മാനന്തവാടി വയനാട് ജില്ലയിലെ ഒരു താലൂക്കിന്റെ പേരാണ് മാനന്തവാടി. അടുത്തൊരു താലൂക്കിന്റെ പേരാണ് സുൽത്താൻ ബത്തേരി. ഏതാണ്? സുൽത്താൻ ബത്തേരി. ഇപ്പൊ വയനാട് ജില്ലയിൽ മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി പറയും. അപ്പോൾ 1973 വയനാട് ജില്ലയിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം. അതിന് മറ്റു രണ്ട് പേരുകൾ തൊൽപ്പെട്ടി അല്ലെങ്കിൽ ബേഗൂർ വന്യജീവി സങ്കേതം. മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? സുൽത്താൻ ബത്തേരിയാണ്. ഇവിടുത്തെ സംരക്ഷിത മൃഗം ആനയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാണ്. അതായത് നമ്മുടെ മുത്തങ്ങയിൽ തന്നെയാണ്. ഇത് പ്രോജക്ട് എലിഫന്റിന്റെ കീഴിൽ വന്നത്, അതായത് ഈ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന്റെ കീഴിൽ വന്നത് 1992 എന്നാണ്. 1992 വയനാട് വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ഇനി കേരളം പഠിക്കുമ്പോൾ നമ്മൾ തുടക്കം തന്നെ പറയുന്നുണ്ട്, കേരളത്തില് രണ്ട്
സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്, തമിഴ്നാടും കർണാടകവും. അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ള കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ്? വയനാടാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണെങ്കിൽ കേരളത്തിലെ കർണാടകവുമായും അതുപോലെ തന്നെ തമിഴ്നാടുമായും അതിർത്തി പങ്കുവെക്കുന്ന ഏക വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പേരാ പറയാ? വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നാ പറയാ. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. കർണാടകത്തില് ഒരു വന്യജീവി സങ്കേതം ഉണ്ട്. കർണാടകത്തിന്റെ വന്യജീവി കുറെ ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം, അതായത് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ അടുത്തത് നാഗർഹോള വന്യജീവി സങ്കേതം. കേട്ടിട്ടുണ്ടോ? കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള വന്യജീവി സങ്കേതം. ഇനി അടുത്തത് തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള മുതുമലൈ വന്യജീവി സങ്കേതം. ഇതൊക്കെ ഏതുമായിട്ട് അടുത്ത് കിടക്കുന്നു? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തായിട്ട് കാണപ്പെടുന്നു. ഇപ്പൊ കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തായിട്ട് കാണപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങളാണ് എന്ന് ഓർത്തു വെക്കുക. ഇത്രയും ക്ലിയർ ആയോ? വയനാട് വന്യജീവി സങ്കേതത്തെ കുറിച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് ആറളം വന്യജീവി സങ്കേതം എന്നാണ്. എന്താ അതിന്റെ പേര്? ആറളം. ആറളം വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആറളം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. എന്ന് നിലവിൽ വന്നു 1984 സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം. തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം. അടുത്തത് സൈലന്റ് വാലി. സൈലന്റ് വാലി എവിടുത്തെ സൈലന്റ് വാലി? കണ്ണൂരിലെ സൈലന്റ് വാലി. അപ്പൊ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അതും ഓർത്തു വെക്കണം. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ. ഇനി കർണാടകയിലെ കൂർഗ് വനവുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം. കർണാടകയിലെ കൂർഗ് വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. ചീങ്കണ്ണിപ്പുഴ ഏത് വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു? എവിടത്തെ കൂടെ ഒഴുകുന്നു? നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു. ഇവിടെ കാണപ്പെടുന്ന പ്രത്യേക ഇനം ചിത്രശലഭങ്ങളാണ്. ഒന്ന് സഹ്യാദ്രി തവിടൻ. സഹ്യാദ്രി തവിടൻ പഠിച്ചു വെക്കുക, പ്രാധാന്യമുണ്ട്, അത് നമുക്ക് പറയാം. സഹ്യാദ്രി തവിടൻ. അടുത്തത് നാൽവരയൻ നീലി. നാൽവരയൻ നീലി. നാൽവരയൻ നീലി. സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി തുടങ്ങിയവ കേരളത്തില് ആറളം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങളാണ്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ടത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചോദ്യം. അതിന്റെ ഉത്തരമാണ് എവിടെ? നമ്മുടെ ആറളം വന്യജീവി സങ്കേതം. അപ്പൊ ഇത്രയാണ് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം 1984 നിലവിൽ വരുന്നു. കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ കണ്ണൂരിന്റെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നു. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ്. കർണാടകയിലെ കൂർഗ് വനമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ്. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. അടുത്തത് സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി തുടങ്ങിയ ചിത്രശലഭങ്ങളെ ഇവിടെ കാണപ്പെടുന്നു. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാ? ആറളം വന്യജീവി സങ്കേതം. ക്ലിയർ ആയോ? ഇനി അടുത്ത വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെയും ചോദിക്കാം, കക്കയം വന്യജീവി സങ്കേതം. രണ്ടും ഒന്ന് തന്നെയാണ്. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് മലബാർ അല്ലെങ്കിൽ കക്കയം വന്യജീവി സങ്കേതം. 2010 നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് ഇത്. ഇവിടെ ധാരാളം കാണപ്പെടുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, റീഡ് തവളകളെ കാണപ്പെടുന്നത്. റീഡ് തവളകൾ എവിടെ കാണപ്പെടുന്നു?
എവിടെയാ കാണപ്പെടണേ? കക്കയത്ത് അല്ലെങ്കിൽ മലബാർ വന്യജീവി സങ്കേതത്തിലാണ്. ഈ കക്കയത്തിന് ഒരു അപരനാമുണ്ട്. കക്കയത്തിനെ വിളിക്കുന്നത് മലബാറിന്റെ ഊട്ടി എന്നാണ്. അപ്പൊ മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കക്കയമാണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പോ ചില ബുക്കുകളില് കക്കയെന്നും ചില ബുക്കുകളില് തോണിക്കടവ് എന്നും കൊടുക്കുന്നുണ്ട്. തോണിക്കടവ് ഏതിനെ? മലബാറിന്റെ ഊട്ടിയേട്ടാ. അപ്പൊ കേരളത്തിലെ അടുത്തൊരു വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് മലബാർ അല്ലെങ്കിൽ കക്കയം വന്യജീവി സങ്കേതം. കോഴിക്കോട് ജില്ലയിലാണ്. 2010 വന്നു. ഇവിടെ കാണപ്പെടുന്നത് റീഡ് തവളകളെയാണ്. മലബാറിന്റെ ഊട്ടി എന്ന് കക്കയത്തെ വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കക്കയം കണ്ടില്ലെങ്കിൽ തോണിക്കടവ് എന്ന ആൻസറും കൊടുക്കാവുന്നതാണ്. അടുത്തത് കേരളത്തിലെ അടുത്ത വന്യജീവി സങ്കേതത്തിന്റെ പേര് കൊട്ടിയൂർ വന്യജീവി സങ്കേതം എന്നാണ്. എന്താണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം? 2011 നിലവിൽ വന്ന കണ്ണൂർ ജില്ലയിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ. ഏതാണ്? കൊട്ടിയൂർ. കൊട്ടിയൂരിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദക്ഷിണ വാരണാസി എന്നാണ്. അപ്പൊ ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രമാണ് കേട്ടോ. കൊട്ടിയൂർ ക്ഷേത്രത്തെ ദക്ഷിണ വാരണാസി എന്ന് വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും അവസാനം നിലവിൽ വന്ന കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതത്തെ കുറിച്ചാണ്. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്താണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം എന്നാണ്. എന്താണ് അതിന്റെ പേര്? കരിമ്പുഴ. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമായിട്ടുള്ള കരിമ്പുഴയ്ക്ക് അത് മലപ്പുറം ജില്ലയിലാണ്. ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ലയില്. 2019 ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുകയാണ് ഇതിനെ ഒരു എന്താക്കി മാറ്റാം, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കി മാറ്റാം. പക്ഷെ ഇനോഗ്രേഷൻ നടന്നത് 2020 ജൂലൈ 3-നാണ്. 2020 ജൂലൈ 3-ന് കരിമ്പുഴ കേരളത്തിലെ വന്യജീവി സങ്കേതമായി മാറി. ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്. അതറിയപ്പെടുന്നത് ന്യൂ അമരമ്പലം എന്നാണ്. ഇപ്പൊ ന്യൂ അമരമ്പലം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാലും കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി തമിഴ്നാട്ടില് മുകുർത്തി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. ഏതാണ്? തമിഴ്നാട്ടിലെ മുകുർത്തി നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ കേരളത്തിലെ ഏതാണ്? നമ്മുടെ കേരളത്തിലെ സൈലന്റ് വാലി ഉണ്ട്. കേരളത്തിലെ സൈലന്റ് വാലി. ഇതൊക്കെ എന്തുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്? കരിമ്പുഴയുമായിട്ട്. അപ്പൊ തെക്കു ഭാഗത്ത് തമിഴ്നാട്ടിലെ എന്താണ്? മുകുർത്തി നാഷണൽ പാർക്കും വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കേരളത്തിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കും കരിമ്പുഴ നാഷണൽ പാർക്കിനോട് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയോട് അതിർത്തി പങ്കിടുന്നു. ഇനി ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന എന്തൊക്കെ സംഭവങ്ങളെ ഇവിടെ കാണപ്പെടുന്നു? പന്നിമൂക്കൻ തവള. ഇവിടെ കാണപ്പെടുന്ന ആൾക്കാരുടെ പേരെ പറയണേ. പന്നിമൂക്കൻ തവള ധാരാളം കാണപ്പെടുന്നുണ്ട്. പന്നിമൂക്കൻ തവള. നാസിക ബത്രാക്കസ്, അതിന്റെ ഒരു ശാസ്ത്രീയ നാമം കൂടി എഴുതി വെച്ചോളൂ. നാസിക, മൂക്കനല്ലേ പറഞ്ഞ, അപ്പൊ നാസിക. ബത്രാക്കസ് എന്താണ്? ബത്രാക്കസ്. സഹ്യാദ്രൈൻസിസ്, സഹ്യാദ്രൈൻസിസ്. ഇതാണ് പന്നിമൂക്കൻ തവളയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചപ്പോ പന്നിമൂക്കൻ തവളയെ നമ്മൾ പഠിച്ചില്ല. റീഡ് തവളയൊക്കെ പഠിക്കുകയുണ്ടായില്ലേ? അതുപോലെ നക്ഷത്രാമയെ പഠിക്കുകയുണ്ടായി, ചാമ്പൽ മലയണ്ണാനെ പഠിക്കുകയുണ്ടായി, വെള്ളക്കാട്ടുപോത്തിനെ പഠിക്കുകയുണ്ടായി. പക്ഷെ പന്നിമൂക്കൻ തവള കേട്ടിട്ടില്ല. അപ്പൊ പന്നിമൂക്കൻ തവള എവിടെയാ കാണണേ? കരിമ്പുഴയിലാ കാണണേ. നാസിക, പന്നിമൂക്കൻ, മൂക്ക്, അപ്പൊ നാസിക മൂക്ക് അല്ലെ. അപ്പൊ പന്നിമൂക്കൻ തവള, നാസിക ബത്രാക്കസ് സഹ്യാദ്രൈൻസിസ് എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. പിന്നെ അതുപോലെ തന്നെ വരയാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇരവികുളത്താണെന്നറിയാം. പക്ഷെ ഇവിടെയും വരയാടുകളെ കാണപ്പെടുന്നുണ്ട്. അത്ര കുറയൊന്നും ഇല്ല കേട്ടോ. വരയാടുകൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറെ പക്ഷികള്, സസ്തനികള്, ഉരകങ്ങള്, ഉഭയജീവികള് അങ്ങനെയൊക്കെ കാണപ്പെടുന്നു. അത്രയേ ഉള്ളൂ. ഇനി ഇത് ഏതൊക്കെ വനമേഖലയുടെ ഭാഗമാണ്? 3 വനമേഖലയുടെ ഭാഗമാണ്. ഒന്ന് അമരമ്പലം. അപ്പോ 3 വനമേഖല ഓർക്കുക. അമരമ്പലം, 3 എണ്ണല്ല കേട്ടോ. അമരമ്പലം, അടുത്തത് വടക്കേക്കോട്ട,
വടക്കേക്കോട്ട. അപ്പോ വടക്കേക്കോട്ട, അമരമ്പലം എന്നീ ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗമായി കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? കരിമ്പുഴ. ഒന്നും കൂടെ പറഞ്ഞാലോ? കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമായിട്ടുള്ള കരിമ്പുഴയെ 2019 കേരള ഗവൺമെന്റ് വന്യജീവി സങ്കേതമാക്കാമെന്ന് തീരുമാനിച്ചുവെങ്കിലും 2020 ജൂലൈ 3-നാണ് അതൊരു വന്യജീവി സങ്കേതമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. ഇതിന്റെ മറ്റൊരു പേര് ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നാണ്. അമരമ്പലം അതുപോലെ തന്നെ വടക്കേക്കോട്ട തുടങ്ങിയ ഫോറസ്റ്റ് മേഖലകളുടെ ഭാഗമായിട്ട് ഇത് കാണപ്പെടുന്നു. തമിഴ്നാട്ടിലെ മുകുർത്തി നാഷണൽ പാർക്ക് കരിമ്പുഴയുടെ തെക്ക് ഭാഗത്തായിട്ടും കേരളത്തിലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് കരിമ്പുഴയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടും കാണപ്പെടുന്നു. ഇവിടെ കാണപ്പെടുന്ന എന്താ പറയുന്നത് അപൂർവ ഇനം തവളയാണ് പന്നിമൂക്കൻ തവള. നാസിക ബത്രാക്കസ് സഹ്യാദ്രൻസിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. കൂടാതെ വരയാടുകളെയും പക്ഷികളെയും സസ്തനികളെയും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ശരിക്കും കേരളത്തിലെ വനമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ പക്ഷി സങ്കേതം എന്ന് പറയുന്ന കാര്യം പഠിച്ചു. ഇനി കൂടാണ്ട് വന്യജീവി സങ്കേതത്തിൽ തന്നെ പെടുന്ന 2 വന്യജീവി സങ്കേതങ്ങൾ എന്തും കൂടിയാണ്? നമ്മുടെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ കൂടിയാണ്. അതും കൂടെ പഠിച്ചു. ഇത്തരം നമ്മൾ പഠിച്ചതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1-2 മാർക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും. അപ്പൊ 2 മാർക്ക് ടീച്ചർ എത്ര പഠിച്ചിട്ട് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 2 മാർക്ക് കൊണ്ട് ചിലപ്പോൾ 500 റാങ്കിൽ വരെ വ്യത്യാസത്തിൽ വന്നേക്കാം മക്കളെ. അപ്പൊ അതുകൊണ്ട് 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് അല്ലെങ്കിൽ അതിന് 0.3 മാർക്കിന് അത്രയും പ്രാധാന്യം ഉണ്ട്. അത് നമ്മൾ ലിസ്റ്റിൽ വന്ന് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ വാല്യൂ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഭംഗിയായിട്ട് പഠിച്ച് എന്താ പറയാ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് ക്ലാസ് കേട്ട് എഴുതി അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷയാവുമ്പോഴേക്കും ലാസ്റ്റ് ഗ്രേഡ് ആവുമ്പോഴേക്കും അതിൽ ഫസ്റ്റ് 50 റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അത്രയും സ്ലോ ആയിട്ട് അത്രയും എന്താ പറയാ എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.